നമസ്കാരം സുഹൃത്തുക്കളെ. അത്യന്തം ഖേദകരമായ വാർത്തകളാണ് നമ്മളിപ്പോൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മനുഷ്യജീവന് ഒരു ചായയുടെ വില പോലും കൽപ്പിക്കാത്ത കാലം. സ്വന്തം മരുമകളെ, ആ കുഞ്ഞു മക്കൾക്ക് അമ്മയുണ്ടോ അവർ പോയി കഴിഞ്ഞാൽ അതുപോലും ചിന്തിക്കാതെ ഒരമ്മായിയമ്മ അതിക്രൂരമായി വെട്ടിക്കൊന്നു. എങ്ങനെ കഴിയുന്നു ഞാനത് ആലോചിക്കുന്നത്. ഒരു ചായ ചോദിച്ചു. ആ പെണ്ണിന് മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. ശരി, ഒരാളെ വെട്ടിക്കൊല്ലാൻ ആരോഗ്യമുള്ള ആ സ്ത്രീക്ക് പോയിട്ടൊരു ചായ ഇട്ട് കുടിച്ചൂടെ? മരുമോള് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണോ? എൻ്റെ ദൈവമേ, അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. 30 വയസ്സുള്ളൊരു യുവതി, ജീവിതം പകുതിയായിട്ടുള്ളൂ. ഞാനിപ്പോൾ ആലോചിക്കണേ, ആ ദേവിയുടെ പാട്ടുണ്ടല്ലോ, സോപാന സംഗീതം. ദാരികൻ്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. അതൊക്കെ സങ്കല്പമായിരിക്കാം, ഭാവന. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് ദാരികൻ്റെ ഒന്നും അല്ല കൊല്ലണത്. സ്വന്തം മോളെ എന്നല്ലേ പറയേണ്ടത്, മോൻ്റെ ഭാര്യ. എനിക്കത് ആലോചിച്ചുള്ള ഷോക്ക് ഇപ്പോഴും ആയിട്ടില്ല. എനിക്കുണ്ട് ഒരു മരുമോള്. ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ കാണുള്ളൂ. അവർ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ വരാത്തതിൽ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ. അല്ലാതെ അവരെന്തെങ്കിലും ഉണ്ടാക്കി തന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു പരാതി എനിക്കില്ല. എനിക്കവൾ മോളാണ്. എൻ്റെ മോളെങ്ങനെയോ അതാണ് എനിക്ക് അവൾ. അവൾക്കും അങ്ങനെ തന്നെ. ഏത് മക്കളായാലും, വന്ന മക്കളായാലും പോയ മക്കളായാലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവർക്കുള്ള ശിക്ഷ അവരെന്തിനാണ് കൊണ്ടുപോയത്? ദൈവം എന്നുള്ള ശക്തി ഉണ്ടെങ്കിൽ ആ ശിക്ഷ ദൈവം വിധിക്കണം, അല്ലാതെ മനുഷ്യനല്ല അവർക്ക് ശിക്ഷ കൊടുക്കുന്നത്. 75 വയസ്സായ ഒരു സ്ത്രീയാണ്. അവർക്ക് വേണ്ട തുണിയൊക്കെ എടുത്ത് കവറിലിട്ട് കൂളായിട്ടാണ് നടന്നു പോണത്, ഒരു കൂസലുമില്ലാതെ. സ്വന്തം മരുമോളെ ഇത്രയും രീതിയിൽ. എന്തൊക്കെയാണ് ഈ ലോകത്തിൻ്റെ പോക്ക്. ഇറാനിലും ഇറാഖിലും അവിടെ ഇവിടെയൊക്കെ യുദ്ധം നടക്കുന്നത്. അതേപോലുള്ള സംഭവമല്ല ഇപ്പം ഇതും. പട്ടാപ്പകൽ ബന്ധുവിനെ വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, അത് തടയാൻ ചെന്ന ആൾക്കാരും കുത്തുക. ജീവനൊരു വിലയില്ല. എന്തിനോ ജനിച്ചു, എന്തിനോ വേണ്ടി മരിക്കും.